സ്വാതന്ത്ര്യ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത് എൻ്റെ വിജയത്തെ ഇപ്പോൾ തടയുന്നത് എന്താണ് എന്നൊരു ചോദ്യമാണ് ഇന്ന് രാവിലെ ഞാൻ ടാരോ കാർഡിനോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വിജയത്തെ തടയുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേജാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നുള്ളതാണ്. എന്താണ് ഇതിൽ നമ്മൾ അറിയേണ്ടത് എന്നും കൂടി നമുക്ക് നോക്കിയാൽ ഇന്നത്തെ മോർണിംഗ് റീഡ് നമുക്ക് ഇതാവും. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ഞാൻ നോക്കട്ടെ. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. നല്ലൊരു കാർഡാണ്. ഒരു പുതിയ തുടക്കത്തിന് നമ്മൾ തയ്യാറായി നിൽക്കുന്നൊരു കാർഡാണ്. കാർഡിൻ്റെ അടിയിൽ താഴ്ഭാഗം നിങ്ങൾ കണ്ടറിയാൻ പറ്റും. മലകളാണ് കാണുന്നത്. മലകളെന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് കഠിനമായിട്ടുള്ള യാത്രയിലാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ ഈ യാത്രയിൽ നമ്മൾ വിജയിക്കാനുള്ള ഇതുണ്ട്. വിജയത്തിൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു എന്താ പറയുക ഇതുണ്ട്. അപ്പോൾ ഒരു തുടക്കം നല്ല കാര്യമാണ്. എന്താണ് നമ്മളെ തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡ് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും, മുൻകാലങ്ങളിൽ നടന്നതോർത്ത് എന്തോ ഭയപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. ശരിക്കും ഈ വ്യക്തിക്ക് ഒരുപാട് കഴിവുണ്ട്. ഈ വ്യക്തിക്ക് ഒരുപാട് സഹനം എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. ഒരുപാട് സഹിക്കാനുള്ള കഴിവുണ്ട്. വളരെ പോസിറ്റീവാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേടിയുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ തടസ്സം നിൽക്കുന്നത് നമ്മുടെ മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള പരാജയങ്ങളുടെ ഭീതിയാണെന്നുള്ളതാണ്. നമ്മൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നമുക്ക് ആ മഞ്ഞ പ്രകാശം ഇപ്പോൾ കണ്ടറിയാം. ഒരു വനിത വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് ഒരു സിംഹത്തെ ഇപ്പം എന്താ പറയുക അതിനെ ലാളിക്കുന്നൊരു കാഴ്ചയാണ്. സിംഹം എന്ന് പറയുന്നതിനെ ലാളിക്കാൻ എളുപ്പമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സോഫ്റ്റ് പവർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് 2 പവറുണ്ട് മനുഷ്യന്. അതായത് അതൊന്നെന്ന് പറയുന്നത് നമ്മുടെ അധികാരത്തിൻ്റെ ഭാഷയും, 2 നമ്മുടെ സോഫ്റ്റ് നയതന്ത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നയതന്ത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പഴയ പരാജയങ്ങളിൽ എന്താ പറയുക അത് ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് അടുത്ത് തന്നെ വരുന്നത് പുതിയ കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇനി തടസ്സങ്ങൾ വരാതെ നോക്കുക. നിങ്ങൾക്ക് തടസ്സമാവരുത്. വിഷ് യു ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം.